Welcome, my dear students. Today, you are going to learn the preparation of income and expenditure account and also the balance sheet. Before going to the illustrations, let us see the steps in the preparation of balance sheet. Steps in the preparation of balance sheet. First, take the closing balance of cash in hand and cash at bank from the receipt and payment account and show on the asset side. ആദ്യം തന്നെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസസ് അത് ഫൈനൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. രണ്ടാമത് പറയുന്നത് സീ ദി റെസീറ്റ് സൈഡ് ഓഫ് ദി receipt and payment account and find out income due but not yet received, income received in advance, special purpose fund, etc. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഐറ്റം ഒന്ന് പരിശോധിക്കുക. ആ റെസീറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഐറ്റവും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റും കമ്പയർ ചെയ്തുകൊണ്ട് ഇൻകം ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്നിവയൊക്കെ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഐറ്റംസൊക്കെ ബാലൻസ് ഷീറ്റിലേക്ക് വരേണ്ടതാണ്. മൂന്നാമതായിട്ട് നോക്കേണ്ടത് സീ ദി പേയ്മെൻറ്റ് സൈഡ് ഓഫ് ദി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എക്സെട്ര. മൂന്നാമതായി ചെയ്യേണ്ടത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഐറ്റംസും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നിവ എന്തൊക്കെയാണെന്ന് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാം. നാലാമത് ചെയ്യേണ്ടത് ടേക്ക് ഓൾ ദി ഫിക്സഡ് അസറ്റ്സ്, ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പർച്ചേസസ് മൈനസ് സെയിൽസ് ബുക്ക് വാല്യൂ മൈനസ് ഡിപ്രീസിയേഷൻ ആൻഡ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എക്സെട്ര. എല്ലാ ഫിക്സഡ് അസറ്റ്സും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് കാണിക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഫിക്സഡ് അസറ്റ് പ്ലസ് പർച്ചേസസ്, അസറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ കാണും. അങ്ങനെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡിൽ തന്നിരിക്കും. എത്ര ബുക്ക് വിലയുള്ള അസറ്റാണോ വിറ്റിരിക്കുന്നത് ആ ബുക്ക് വില അതിൽ നിന്നും ലെസ് ചെയ്യാം. ബുക്ക് വിലയാണ് ലെസ് ചെയ്യേണ്ടത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്നും ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണോ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് അസറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ ഫിക്സഡ് അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ അത് അസറ്റ് സൈഡിൽ കാണിക്കുക. അതുപോലെ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി എത്രയാണോ അതും ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഇനി ലാസ്റ്റ് പറയുന്നത് ടേക്ക് ദി ക്യാപിറ്റൽ ഓർ ജനറൽ ഫണ്ട് ആസ് പെർ ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് ആഡ് സർപ്ലസ്, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ എക്സെട്ര. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എത്രയാണോ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അത് കാണിക്കുന്നതോടൊപ്പം തന്നെ അതിനോട് സർപ്ലസ്, ലെഗസി, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, എൻട്രൻസ് ഫീ, ക്യാപിറ്റലൈസ്ഡ്, ഡൊണേഷൻസ്, ക്യാപിറ്റലൈസ്ഡ് എന്ന് പറയുന്ന ഐറ്റംസൊക്കെ ആഡ് ചെയ്യുക. ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. എന്നിട്ട് അത് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. ഇത്രയാണ് ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദ്യത്തെ ഇല്ലുസ്ട്രേഷനാണ്, വായിക്കാം. ആദ്യം ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കുക, അതിനുശേഷം എക്സ്പ്ലനേഷൻ പാർട്ടിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് and information given below, prepare income and expenditure account and balance sheet of Adult Literacy Organization as on 31st December 2017. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറയുന്നത് 31st December 2017. അപ്പോൾ ഇതിൽ നമുക്കൊരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും താഴെ തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കേണ്ടത്. ഇവിടെ ബാലൻസ് ഷീറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറുമാണ് അക്കൗണ്ടുമാണ് തയ്യാറാക്കേണ്ടത് എങ്കിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ
നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ആവശ്യമാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൂടി വരക്കണം. അപ്പോൾ നമ്മളിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തയ്യാറാക്കേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് കടക്കാം. റെസീറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം ബാലൻസ് ബ്രോഡ് ഔട്ട്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. ഇത് രണ്ടും ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഈ ഓപ്പണിംഗ് ബാലൻസ് രണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരൂ, വേറെ എവിടെയും തന്നെ വരില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഓപ്പണിംഗ് ബാലൻസസ്. പിന്നെ വരുന്നത് സബ്സ്ക്രിപ്ഷൻസ്. 2016 1200, 2017 26,500, 2018 500. 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ 2017 കിട്ടേണ്ടത് 26,500 റുപ്പീസ് നമുക്ക് കിട്ടി. കഴിഞ്ഞ വർഷം കിട്ടേണ്ടിയിരുന്ന ബാക്കിയുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട് 1200. അതുപോലെ അടുത്ത വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ നമുക്ക് അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി കിട്ടി 500 റുപ്പീസ്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഇനത്തിൽ 1200 രൂപയും ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് 26,500ഉം അടുത്ത വർഷത്തെ സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ 500 ചേർത്ത് മൊത്തം നമുക്ക് ക്യാഷ് കിട്ടിയത് 28,200 റുപ്പീസാണ്. പിന്നെ വരുന്നത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് 1,250, ഗവൺമെൻറ് ഗ്രാൻഡ് 12,000, സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ബുക്ക് വാല്യൂ 5,000, amount 3,700, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 450. ഇനി നമുക്ക് പേയ്മെൻറ്റ് സൈഡിലേക്ക് പോകാം. ജനറൽ എക്സ്പെൻസസ് 3,200, ന്യൂസ് പേപ്പേഴ്സ് 1,850, ഇലക്ട്രിസിറ്റി 3,000, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് ഓൺ 30 June 2017 at the rate of 10% per annum 18,000. Books 7,000, salary 3,600, rent 6,500, postage charges 300, furniture purchased 10,500, balance carried on cash in hand, cash at bank. ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസസ്. ഈ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിക്കുക. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും മാത്രം വരുന്ന ഐറ്റമാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഫസ്റ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31 December 2016 2000. കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ 2,000 രൂപയാണ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ ബാക്കിയുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷനാണ് 2,000. ആ 2,000 രൂപയിൽ കഴിഞ്ഞ വർഷം കിട്ടേണ്ടിയിരുന്ന പൈസയിൽ 1,200 രൂപ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ടോട്ടൽ ബാക്കിയുണ്ടായിരുന്ന 2,000-ൽ 1,200 കിട്ടി, ബാക്കി 800 റുപ്പീസ് ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഓൺ 31 December 2017 1,500. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും കിട്ടാൻ ബാക്കിയുള്ളത് 1,500 രൂപയാണ്. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് നമുക്ക് കിട്ടിയത് 26,500, കിട്ടാൻ ബാക്കിയുള്ളത് 1,500. അടുത്തത്, ഓൺ 31 December 2017 സാലറി ഔട്ട്സ്റ്റാൻഡിങ് 600. സാലറി നമ്മൾ മൊത്തം കൊടുത്തത് 3,600 റുപ്പീസാണ്. ഈ 3,600 സാലറി ക്യാഷ് ആയിട്ട് കൊടുത്തതാണ്. ഇനിയും ഈ വർഷത്തെ സാലറി കൊടുക്കാൻ ബാക്കിയുണ്ട് 600 റുപ്പീസ്. ആൻഡ് 1 month റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. 1 മാസത്തെ റെൻറ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റെൻറ്റ് മൊത്തം കൊടുത്തത് 6,500 ആണ്. അപ്പോൾ 6,500 എന്ന് പറയുന്നത് 13 മാസത്തേക്കായിരിക്കും കൊടുത്തത്. അപ്പോൾ 1 മാസത്തെ അഡ്വാൻസ് കൊടുത്തെങ്കിൽ ആ അഡ്വാൻസ് എന്ന് പറയുന്നത് അടുത്ത വർഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നമ്മൾ അഡ്വാൻസ് റെൻ്റായിട്ട് കാണിക്കേണ്ടതാണ്. പിന്നെ വരുന്നത്, ഓൺ 1 January 2016 ഓർഗനൈസേഷൻ ഓൺഡ് ഫർണിച്ചർ 12,000, ബുക്സ് 5,000. 1 January 2016 ഫർണിച്ചർ 12,000 റുപ്പീസ് ഉണ്ട്, ബുക്സ് 5,000 രൂപയുടെ ബുക്സും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം.
ഓരോ ഐറ്റവും ഇനി അടുത്തത് വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ ഓർമ്മ വേണം. അപ്പോൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സബ്സ്ക്രിപ്ഷൻ 2016 1200, 2017 26,500, 2018 500. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻകം സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. ഈ വർഷത്തെ ടോട്ടൽ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് കിട്ടിയത് 2017 ആണ് ഈ വർഷം. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് ഇതുവരെ കിട്ടിയത് 26,500 ആണ്. ഇനി ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടാൻ ബാക്കിയുള്ളത് ആൻഡ് ഓൺ 31st December 2017 1,500 ആണ്. അപ്പോൾ ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇൻകം സൈഡിൽ കാണിക്കുമ്പോൾ ടോട്ടൽ കിട്ടിയത് 26,500. ഈ വർഷത്തേത് ഇനിയും കിട്ടാൻ ബാക്കിയുള്ളത് 1,500. 26,500 പ്ലസ് 1,500 ടോട്ടൽ 28,000 റുപ്പീസാണ് സബ്സ്ക്രിപ്ഷനായിട്ട് ഇൻകം സൈഡിൽ കാണിക്കേണ്ടത്. ഇനി അടുത്തത് വരുന്നത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് 1,250. അത് അതേപോലെ ഇൻകം സൈഡിൽ കാണിക്കുക. അതിന് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ ഇല്ല. ഗവൺമെൻറ് ഗ്രാൻഡ് അതും ഇൻകം സൈഡിൽ 12,000 റുപ്പീസ് കാണിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ നമുക്ക് തന്നിട്ടില്ല. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ബുക്ക് വാല്യൂ 5,000. സെയിൽ ഓഫ് ഫർണിച്ചർ എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റമാണ്. എങ്കിലും ഫർണിച്ചർ വിൽക്കുന്ന സമയത്ത് ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭമോ നഷ്ടമോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കാണിക്കണം. അപ്പോൾ ഇവിടെ 5,000 രൂപ വിലയുള്ള ഫർണിച്ചർ 3,700 രൂപക്ക് കൊടുത്തു. 5,000 ഈസ് ദി ബുക്ക് വാല്യൂ ആൻഡ് ദി സെയിൽ വാല്യൂ ഈസ് 3,700. അപ്പോൾ 5,000 രൂപ ബുക്ക് വാല്യുള്ള ഫർണിച്ചർ 3,700 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ 1,300 രൂപ നമുക്ക് നഷ്ടമാണ്. ഈ നഷ്ടം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. ഇപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ആയ 1,300 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കണം. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 450. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ FD 450 ആണ്. നമുക്ക് നോക്കാം. FD ആയിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിവിടെ നോക്കിയാൽ പേയ്മെൻറ്റ് സൈഡിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് 18,000 റുപ്പീസ് ഓൺ 30 June 2017 അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം. ഇപ്പോൾ 30 ജൂണിലാണ് ഡെപ്പോസിറ്റ് നടത്തിയത്. അതിനുശേഷം ഇയർ എൻഡായ 31st December വരെ എത്ര മാസമുണ്ടോ അത്രയും മാസത്തെ ഇൻട്രസ്റ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 30 ജൂണിന് ശേഷം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസമുണ്ട്. ഈ 6 മാസത്തെ പലിശ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിന് മുകളിൽ കിട്ടേണ്ടതാണ്. അത് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. 18,000 ഇൻറ്റു 6/12 ഇൻറ്റു 10%. അത്രയും പൈസയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. അത് 900 റുപ്പീസ് വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ FD ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് 900 റുപ്പീസാണ്. പക്ഷേ കിട്ടിയത് 450 മാത്രമാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ FD 450 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവബിൾ കിട്ടാൻ ബാക്കിയുള്ളത് 450. അങ്ങനെ ടോട്ടൽ 900 റുപ്പീസാണ് ഇൻട്രസ്റ്റ് ഓൺ FD എന്ന് പറഞ്ഞ് ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കേണ്ടത്. അടുത്തത് വരുന്നത് ജനറൽ എക്സ്പെൻസസ്. ജനറൽ എക്സ്പെൻസസിന് വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അത് തന്ന അതേപോലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാം. ഇത് പേയ്മെൻറ്റ് സൈഡാണ്, അതുകൊണ്ട് തന്നെ ഇനി എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് കാണിക്കാം. പിന്നെ വരുന്നത് ന്യൂസ് പേപ്പേഴ്സ് 1,850. അതും എക്സ്പെൻഡിച്ചർ സൈഡിൽ അതേപോലെ കാണിക്കാം. ഇലക്ട്രിസിറ്റി 3,000. അതും അതേപോലെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കാം. പിന്നെ വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ് 18,000. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ബുക്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരില്ല. പിന്നെ വരുന്നത് സാലറി കൊടുത്തത് 3,600 ആണ്. 3,600 റുപ്പീസാണ് ഇതുവരെയായിട്ട് സാലറി കൊടുത്തത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൺ 31st December 2017 സാലറി ഔട്ട്സ്റ്റാൻഡിങ് 600. ഈ വർഷം അവസാനം സാലറി കൊടുക്കാൻ ബാക്കിയുള്ളത് 600 രൂപയാണ്. അപ്പോൾ സാലറി കൊടുത്തത് 3,600 പ്ലസ്
ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് 600, ഈ വർഷത്തെ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ അതുകൂടി ആഡ് ചെയ്ത് 4200 റുപ്പീസാണ് സാലറി ആയിട്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടത്. പിന്നെ വരുന്നത് റെൻറ്റ് 6500. റെൻറ്റ് 6500 രൂപയാണ് റെൻ്റായിട്ട് തന്നിരിക്കുന്നത്. അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് 1 മന്ത് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. 1 മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് 13 മാസത്തേക്ക് വേണ്ടി കൊടുത്തതായിരിക്കും. അപ്പോൾ 1 മാസത്തെ റെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് 6500 ഡിവൈഡ് ബൈ 13. അപ്പോൾ 6500 ഡിവൈഡ് ബൈ 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 500 രൂപയാണ്. അപ്പോൾ 500 രൂപയാണ് റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തത്. അത് അടുത്ത വർഷം മാത്രമേ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷേ അടുത്ത വർഷത്തെ 500 രൂപ നമ്മൾ ഈ വർഷം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെൻ്റായിട്ട് കൊടുത്ത 6500-ൽ 500 രൂപ അടുത്ത വർഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ 500 രൂപ ഇതിൻ്റെ അകത്ത് നിന്ന് ലെസ് ചെയ്ത് 6000 റുപ്പീസ് മാത്രമേ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കേണ്ടതായിട്ടുള്ളൂ, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ വരുന്നതാണ് പോസ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ അതേപോലെ കാണിക്കുക. ഫർണിച്ചർ പർച്ചേസ്ഡ് അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരൂ. അതുപോലെ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് അതും ബാലൻസ് ഷീറ്റിൽ മാത്രമേ വരികയുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 42,150 ആണ്. 42,150. നമ്മളത് ബാലൻസ് ചെയ്തപ്പോൾ സർപ്ലസ് ആയിട്ട് വരുന്നത് 22,300 റുപ്പീസ്. 22,300. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ 1 ജാനുവരി 2017 ഈ ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ അസറ്റുകളും ലാബിലിറ്റികളാണുള്ളത് അത് തന്നിരിക്കുന്നത് അതേപോലെ എഴുതുക. അതിനുശേഷം ബാലൻസ് ചെയ്ത് ബാലൻസിങ് പെയറായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരെയാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ നമ്മൾ ഒന്നുകൂടി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലേക്കും പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നിരിക്കുന്ന ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് 4,000-ഉം 15,550 അത് തന്നിരിക്കുന്ന അതേപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ സബ്സ്ക്രിപ്ഷൻ 2016 സബ്സ്ക്രിപ്ഷൻ 1200 നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 1200 രൂപ കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ട് എന്നാണ്. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് 1200 അല്ല, നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നത് 2000 രൂപയാണ്. മൊത്തം 2000 രൂപ കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പോൾ കിട്ടാൻ ബാക്കിയുള്ള ഈ 2000 രൂപ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. ഇത് കഴിഞ്ഞ വർഷത്തെ കിട്ടാൻ ബാക്കിയുള്ളതാണെന്ന് പറഞ്ഞാൽ ഈ വർഷം ബിഗിനിങ്ങിൽ കിട്ടാൻ ബാക്കിയുള്ളതാണ് 2000 രൂപ. അത് നമ്മൾ ആ ദിവസത്തെ ഓപ്പണിംഗ് ഡേറ്റിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് 2016 എന്ന് പറഞ്ഞിട്ട് 2000 രൂപ കാണിക്കുക. പിന്നെ നമ്മളോട് പറയുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് നോക്കുക, ഇതിനകത്ത് ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കുക. ഇതിനകത്തൊന്നും ഓപ്പണിംഗ് ബാലൻസുമായിട്ട് ബാധിക്കുന്ന ഐറ്റംസ് ഒന്നും തന്നെ കാണാനില്ല. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് അതും ബാധിക്കുന്നില്ല. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ 1 ജാനുവരി 2016 ഓർഗനൈസേഷൻ ഓൺ ഫർണിച്ചർ 12,000 ബുക്സ് 5,000. ഫർണിച്ചർ 12,000 രൂപയുടെ ഫർണിച്ചറും 5,000 രൂപയുടെ ബുക്കും 1 ജാനുവരി 2016 ഈ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് 12,000-ഉം ബുക്സ് എന്ന് പറഞ്ഞിട്ട് 5,000-ഉം അസറ്റ് സൈഡിൽ കാണിക്കുക. ലാബിലിറ്റികളൊന്നും തന്നെ ഇതിൻ്റെ അകത്ത് കാണാനില്ല. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഇനി എഴുതണ്ട. ഇനി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 38,550 ആണ്. അപ്പോൾ 38,550 ടോട്ടൽ ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ ലാബിലിറ്റി സൈഡിൽ ബാലൻസ് ആയിട്ട് വരുന്നത് 38,550 തന്നെയാണ്. അതിന് നേർക്ക് എഴുതുക ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കലാണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്ന ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അതാദ്യം അസറ്റ് സൈഡിൽ എടുത്തെഴുതുക 3000, 8200. പിന്നീട് നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലേക്കും കിടക്കാം. സബ്സ്ക്രിപ്ഷൻസ് 2016 സബ്സ്ക്രിപ്ഷൻ 1200 നമുക്ക് ഈ വർഷം കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടേണ്ടിയിരുന്നത് 2000 രൂപയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടാൻ ബാക്കിയുള്ള 2000 രൂപയിൽ 1200 രൂപ നമുക്ക് ഈ വർഷം കിട്ടി എന്ന് പറഞ്ഞാൽ 800 രൂപ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് 2000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 1200 ഇതുവരെ കിട്ടിയത്. ബാക്കി 800 രൂപ ഇനിയും കിട്ടാൻ ബാക്കിയുണ്ട്. ആ 800 രൂപ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2016 എന്ന് പറഞ്ഞ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. രണ്ടാമത് വരുന്നത് ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് 26,500 കിട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൺ 31st December 2017 1,500 റുപ്പീസ് ഔട്ട്സ്റ്റാൻഡിങ്. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷനായിട്ട് ഇനിയും നമുക്ക് കിട്ടാൻ ബാക്കിയുള്ളത് 1,500 രൂപയാണ്. ഈ 1,500 രൂപ അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കും. അസറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2017 ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാൻ ബാക്കിയുള്ളത് 1,500 അസറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2018 കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ നമുക്ക് മുൻകൂട്ടി കിട്ടി 500 രൂപ. ഈ വർഷം തന്നെ കിട്ടി, അടുത്ത വർഷമേ കിട്ടേണ്ടൂ, അടുത്ത വർഷത്തിന് കിട്ടേണ്ട പൈസയാണ്. അപ്പോൾ അത് മുൻകൂട്ടി കിട്ടിക്കഴിഞ്ഞാൽ, അഡ്വാൻസ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക 500 രൂപ. എക്സ്ട്രാ കിട്ടിയതാണ്, അഡ്വാൻസ് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് 500 രൂപ നമ്മൾ കാണിക്കും. പിന്നെ വരുന്നത് ഇതിനകത്ത് വരുന്നത് ഗവൺമെൻറ് ഗ്രാൻഡ് സെയിൽ ഓഫ് ഓൾഡ് ന്യൂ ഫർണിച്ചർ. അത് ഫർണിച്ചർ എഴുതുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ FD, അത് FD പറയുന്ന സമയത്ത് നമുക്ക് പറയാം. പിന്നെ വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക 18,000 ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അപ്പോൾ തന്നെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 6 മാസത്തേക്കുള്ള 10% പ്രകാരമുള്ള പലിശയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 18,000-ന് 6 മാസത്തേക്കുള്ള 10% പ്രകാരമുള്ള പലിശ എന്ന് പറയുന്നത് 900 റുപ്പീസാണ് വരിക. 900 റുപ്പീസാണ് പലിശയായിട്ട് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് 450 റുപ്പീസ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇനിയും നമുക്ക് 450 രൂപ കിട്ടാൻ ബാക്കിയുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ FD ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ അതും നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ FD ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് 900 റുപ്പീസാണ് മൊത്തം ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. അതിൽ ക്യാഷ് കിട്ടിയത് 450 രൂപ മാത്രമാണ്. ബാക്കിയുള്ള 450 ഇനിയും കിട്ടാൻ ബാക്കിയുള്ളതാണ്. അത് അതിനകത്ത് നമ്മൾ കാണിക്കും. പിന്നെ വരുന്നത് ബുക്സ് വാങ്ങിച്ചതാണ് 7,000 രൂപ. അത് ബുക്സിനോട് ആഡ് ചെയ്യുക, അത് പിന്നീട് പറയാം, അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് സാലറീൻ്റെ കേസിൽ പറയുമ്പോഴും സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഈ വർഷം ഇനിയും കൊടുക്കാൻ ബാക്കിയുള്ള സാലറി 600 രൂപയാണ്. ഈ 600 രൂപ സാലറി കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലാബിലിറ്റിയാണ്. അത് ലാബിലിറ്റി സൈഡിൽ കാണിക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 600 റുപ്പീസ്. പിന്നെ വരുന്നതാണ് റെൻറ്റ് 6,500. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ പറയുന്നത് 1 മന്ത് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. 1 മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ 6,500 രൂപയാണ് മൊത്തം കൊടുത്തത്. അത് 13 മാസത്തേക്കായിരിക്കും. ഇപ്പോൾ 1 മാസത്തെ കാണാൻ വേണ്ടി 6,500 ഡിവൈഡ് ബൈ 13, ദാറ്റ് ഈസ് 500 രൂപയാണ് 1 മാസത്തെ റെൻ്റായിട്ട് വരുന്നത്. ഈ 500 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് കൊടുത്ത റെൻറ്റ്, പ്രീപെയ്ഡ് റെൻറ്റ് അല്ലെങ്കിൽ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അത് അസറ്റ് സൈഡിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അസറ്റ് സൈഡിൽ റെൻറ്റ് പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് 500 രൂപ കാണിക്കുക. പിന്നെ വരുന്നത് പോസ്റ്റേജ്, ഫർണിച്ചർ പർച്ചേസ്ഡ്. ഫർണിച്ചർ പറയുന്ന സമയത്ത് പറയാം, അതിനോട് ആഡ് ചെയ്യേണ്ടതാണ്. ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് പറഞ്ഞു, ആദ്യം തന്നെ അസറ്റ് സൈഡിലേക്ക് എഴുതണമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാലറി ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് കേസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫർണിച്ചർ. ഓപ്പണിങ്ങിൽ നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചർ 12,000 റുപ്പീസാണ്.
ഇനി ഈ 12,000 റുപ്പീസിനോട് ഈ വർഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഫർണിച്ചർ പേയ്മെൻറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും വാങ്ങിച്ചത് ഇതാ ഫർണിച്ചർ പർച്ചേസ് 10,500. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയ 12,000 പ്ലസ് ഈ വർഷം വാങ്ങിച്ച ഫർണിച്ചർ 10,500. അതിനോട് എന്തെങ്കിലും ഫർണിച്ചർ വിറ്റിട്ടുണ്ടോ എന്ന് നോക്കുക. സെയിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിവരം റെസീറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും. സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 5,000 രൂപ വിലയുള്ള ഫർണിച്ചറാണ് വിറ്റത്. അപ്പോൾ ഈ 5,000 രൂപ അതിൻ്റെ അകത്ത് നിന്ന് ലെസ് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്നത് 17,500 റുപ്പീസ് അസറ്റ് സൈഡിൽ ഔട്ടർ കോളത്തിൽ കാണിക്കും. അപ്പോൾ ഫർണിച്ചറായിട്ട് 12,000 റുപ്പീ പ്ലസ് പർച്ചേസസ് 10,500 മൈനസ് സെയിൽ ബുക്ക് വാല്യൂ 5,000 17,500 വരും. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ കൂടി കഴിച്ചിട്ട് ബാക്കി മാത്രമേ വരൂ. ഈ ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടില്ല. അടുത്തത് വരുന്നതാണ് ബുക്സ്. ബുക്സിൻ്റെ വില 5,000 രൂപയാണ് ഓപ്പണിംഗ് ഡേറ്റിൽ. നേരത്തെ പറഞ്ഞതുപോലെ പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, സെയിൽസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും. ബുക്കിന് വരുന്നത് 7,000. അപ്പോൾ 5,000 സൈഡിൽ 7,000 ലാബിൽ പർച്ചേസ് ഈ വർഷം വാങ്ങിച്ച ബുക്കുകൾ 7,000 ആഡ് ചെയ്യാം. സെയിൽ ഉണ്ടെങ്കിൽ ഈ വർഷം ഈ സൈഡിൽ റെസീറ്റ് സൈഡിൽ നോക്കിയാലും മനസ്സിലാവും. റെസീറ്റ് സൈഡിൽ സെയിൽ ഓഫ് ബുക്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ പർച്ചേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുക്സ് 5,000 ആഡ് പർച്ചേസ് 7,000 12,000 റുപ്പീസ് ബുക്സ് കാണിക്കും. പിന്നെ വരുന്നത് ലാബിലിറ്റി സൈഡിൽ. ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരച്ചപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാപിറ്റൽ ഫണ്ടായിട്ട് കിട്ടിയത് 38,550 റുപ്പിയാണ്. ഈ 38,550 റുപ്പി ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടായിട്ട് കാണിക്കുക. അതിനോട് സർപ്ലസ് ആഡ് ചെയ്യുക, അതുപോലെ ലെഗസി, അതുപോലെ മറ്റെന്തെങ്കിലും ഐറ്റംസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വേറെ ഐറ്റം ഒന്നുമില്ല, ആകെ സർപ്ലസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഫണ്ടായ 38,550യോട് നമുക്ക് സർപ്ലസ് കിട്ടിയ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രകാരം കിട്ടിയ സർപ്ലസ് 22,300 റുപ്പീസാണ്. അത് ആഡ് ചെയ്യാം. എന്നിട്ട് 60,850 റുപ്പിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ഔട്ടർ കോളത്തിൽ കാണിക്കും. അതിനുശേഷം ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 61,950 റുപ്പിയാണ്. 61,950 റുപ്പിയാണ്. ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.